ഹലോ. ആ കല്യാണി അല്ലേ? ആടോ. എന്തെല്ലാടോ? ഇനിയെപ്പോ രാവിലെ വിളിക്കുന്നതാലേ ഇന്നെന്താ വൈകിപ്പോയേ? ഞാൻ ഇന്നലെ ഫുട്ബോൾ കണ്ടിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഫുട്ബോൾ വല്ലതും കണ്ടിനാ? ആ കണ്ടിന്. കളിയെല്ലാം എങ്ങനെ? എന്ത് കളി! കളിക്ക് ഉളുപ്പ് വേണ്ടേ പെയിന്? എന്തേനു പെയിനൊരു ഉളുപ്പില്ലടോ. എന്നാ വെച്ചാൽ 2 ടീമായിട്ട് കളിക്കുന്നല്ലേ കല്യാണി. എന്നാ പിന്നെ കുറച്ച് സമയം ബോള് അർജന്റീനക്ക് കൊടുക്കണ്ട. ഏടുന്ന് കൊടുത്തേക്ക് തീർത്ത് സമയം ഓലെടുത്തേനും ബോളുള്ള. ആ ഞാൻ ആദ്യം കല്യാണി ന്യായം പ്രാർത്ഥിച്ച് അർജന്റീന ജയിക്കണേ അർജന്റീന ജയിക്കണേ എന്നാ. പിന്നെ കളി കുറച്ചങ്ങ് കഴിഞ്ഞ് നോക്കുമ്പോ ഞാൻ പ്രാർത്ഥിച്ചെന്തെന്നറിയാ, എങ്ങനെയെങ്കിലും ബോള് അർജന്റീനന്റെ കാലും മേല് വരണേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചു. ഏടുന്ന് പേരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവന്നല്ലാണ്ട് ബോളുണ്ടോ പന്നി. പക്ഷേ നമ്മൾ അർജന്റീനനെ പിന്നെ കോളീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ. എല്ലാ ബോളും തടുത്തോക്കി. തടുക്കുന്നതിനൊരു പരിധി ഇല്ലേ? പെയിനിന്റെ കോളിക്ക് ഒരു പണിയുമില്ലേ. ഓൻ ഈച്ചനാട്ടലാ പണി. ഒരുപാട് ഓൻ്റെ അടുത്ത് ഒരൊറ്റ ഈച്ച വന്നിക്കില്ല, എല്ലാത്തിനും ആട്ടി തെറിപ്പിച്ച അഞ്ചിക്ക്. ഓൻ്റെ അടുത്ത് ബോള് വന്നിക്കില്ല. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് ബോള് വരെ എത്തി. ഞാൻ നേർച്ച പറഞ്ഞു. ഞാൻ ഒന്ന് കളി പകുതിയമ്മൽ എത്തിയാലും ഞാനൊന്ന് മൂത്രം ഒഴിച്ച് തിരിച്ച് വന്ന് നോക്കുമ്പോൾ സന്തോഷായി മളെ. ബോള് തീർത്തും ഞാൻ പ്രാർത്ഥിച്ച പോച്ചിൻ്റെ അടുത്താ വന്ന്. പിന്നെ എല്ലാം അറിയുന്നേ ഇത് കുറച്ച് കഴിയുമ്പം ഇത് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ. ഞാൻ വിചാരിച്ച് പ്രാർത്ഥന ഫലം കണ്ട. പിന്നെ കുറ്റം പറഞ്ഞൂടെ? കാരണം ഈ പെയിനിൻ്റെ കളി കുറച്ച് നേരം കണ്ടു നോക്കുമ്പോൾ എനക്കും തോന്നി ഓല് നല്ലോണം കളിക്കുന്നുണ്ട്. ഓല് കളിച്ചിട്ട് തന്നെയാ കപ്പ് വാങ്ങി. പിന്നെ ഞാൻ പ്രാർത്ഥനയെല്ലാം ഒന്നെങ്കിൽ മാറ്റി ഞാനും വിചാരിച്ചു ഓലിക്ക് തന്നെ കിട്ടിക്കോട്ടെ. അതുപോലെ തന്നെ ഓലിക്ക് കിട്ടുകയും ചെയ്തു. ഓലെ കുറ്റം പറഞ്ഞൂടെ? നല്ലോണം കളിച്ചിട്ടാ വാങ്ങി. എന്നാ വെക്കട്ടെ. എന്നാ വെച്ചാ